നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാമവർമ്മൻ ചിറയിൽ ഷാരുൺ രാജിന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ കുടുംബം കൈവിട്ടു. അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട നിലവിളിയായിരുന്നു. നെഞ്ചത്തടിച്ച് കരച്ചിലും. സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള തന്റെ കുടുംബ വീട്ടിലാണുള്ളത്. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷത്തിൽ തടവൊതുക്കി. അതുകൊണ്ട് തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു. അപ്പീൽ കാലം കഴിയും വരെ നിർമ്മലകുമാരൻ നായർക്ക് പുറത്തു തുടരാം. അപ്പീൽ നൽകാതെ 2 കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ അമ്മാവന് ശിക്ഷാകാലം കഴിയും. അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി വിധി അംഗീകരിക്കലാകും. ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും. അതുകൊണ്ട് അമ്മാവനും തന്റെ ചെറിയ കാലയളവിനുള്ള ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകും. വിചാരണകാലത്ത് 1 കൊല്ലം നിർമ്മലകുമാരൻ നായർ ജയിലിൽ കിടന്നു. അതുകൊണ്ട് തന്നെ 2 കൊല്ലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ നിർമ്മലകുമാരൻ നായർ ഈ കേസിൽ നിന്ന് സ്വതന്ത്രനാകും. അപ്പോഴും സഹോദരിയുടെ മകളായ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതി അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ അമ്മാവൻ. 2 ദിവസം മുമ്പ് ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതോടെ ആ കുടുംബം പ്രതീക്ഷയിലായി. മകൾക്ക് ജീവപര്യന്തം മാത്രമേ കിട്ടൂവെന്ന് ഏവരും പ്രതീക്ഷിച്ചു. ഇതിനായിരുന്നു വധശിക്ഷാ വിധി തിരിച്ചടിയായത്. അപ്പീൽ കൊടുത്താൽ വധശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും അപ്പീൽ അംഗീകരിക്കും വരെ പരോൾ ഇല്ലാതെ ഗ്രീഷ്മ അകത്ത് കിടക്കും. ഹൈക്കോടതി അതിവേഗം അപ്പീൽ പരിഗണിക്കാനും സാധ്യതയില്ല. അതായത് കുറച്ചു കാലമെങ്കിലും അപ്പീൽ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഗ്രീഷ്മയ്ക്ക് അകത്ത് കിടക്കേണ്ടി വരും. നാഗർകോവിലിലെ ബന്ധുവീട്ടിലായിരുന്നു കുറച്ചു കാലമായി ഗ്രീഷ്മ നിന്നിരുന്നത്. ജാമ്യവ്യവസ്ഥ അനുസരിച്ച് സ്റ്റേഷനിലും മറ്റും ഒപ്പിടാൻ ഗ്രീഷ്മ എത്തിയിരുന്നത് രാത്രിയിലെ KSRTC ബസ്സിലായിരുന്നു. മകളുടെ സ്വകാര്യത പരമാവധി കാത്തു സൂക്ഷിക്കാൻ കുടുംബമാവുന്നതെല്ലാം ചെയ്തു. ഷാരുൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ ആണെന്നതാണ് വസ്തുത. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധി കോടതി വിധിയിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ കരുത്തുള്ളതായി. കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു. കാരണം കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ രാമവർമ്മൻ ചിറയിലുള്ള ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ്. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല. ഈ വീടാണ് ഗ്രീഷ്മയുടെ അമ്മ മറ്റൊരു ബന്ധുവിന് വിറ്റത്. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത്. ഷാരുണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു.